ആയിക്കോട്ടെ. എൻ്റെ കുട്ടിക്ക് എനിക്കുള്ള യോഗം ഇനി വേറെ ഒരമ്മമാർക്ക് ആർക്കും വരരുത്. അത് മാത്രമേ എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ. എൻ്റെ മോൻ പോയ മാതിരി ഞാൻ ആർക്കും ഉണ്ടാവരുത്. അത്ര വേദനിച്ചിട്ടാണ് ഞാനിത് പറയണത്. എൻ്റെ കുട്ടി അങ്ങനത്തെ ഒരു കുട്ടിയേ അല്ലല്ലോ, ഒരു ചീത്ത സ്വഭാവം ഇല്ലാത്തൊരു മോനാണല്ലോ. അതിനുള്ള എല്ലാ കടലാസുകളും ഞങ്ങളുണ്ട്. വക്കീലത്ത് ഹലോ, പേരും ഊരും പറഞ്ഞ് ഞാൻ നിന്നെ മെൻഷൻ ചെയ്യാൻ ഒട്ടും താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ ഞാൻ ഈ ന്യൂസ് ഇപ്പം തന്നെ കേട്ടപ്പോൾ ആകെ ഷോക്കായി പോയി. അപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്താണ് സംഭവം എന്ന് എല്ലാവർക്കും അറിയൂലേ. ഇപ്പോൾ ഈ ട്രെൻഡ് ആവണ ഒരു പരിപാടി ഉണ്ട്, ബസ്സിൽ നിന്ന് ട്രെൻഡ് ആവാൻ നോക്കും. അതുപോലെ ട്രെൻഡ് ആവുക, അവൾ ഫേമസ് ആവുമെന്നല്ല, നമ്മൾ റീൽസാണ് റീച്ച് ആവാൻ വേണ്ടി എന്നൊക്കെ പറയും. അങ്ങനെ ചെയ്തതാണ്. ഒരു പാവം ചേട്ടൻ്റെ ലൈഫ് തകർന്ന് തരിപ്പടായി. എന്താ പറയുക, ഭയങ്കര വിഷമമായി പോയി കണ്ടപ്പോൾ. ഞാൻ മിഞ്ഞാന്നൊരു വീഡിയോ ചെയ്തിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയിട്ട്. അതുപോലെ തന്നെ ഒരു ആണിനെ തകർക്കാൻ പറ്റിയ ഏറ്റവും വലിയ ആയുധം അത് സ്ത്രീയല്ലേ അല്ലേ? എന്തായി കാട്ടി എനിക്കറിയില്ല. ഭയങ്കര വിഷമമായി പോയിട്ടോ അത് കണ്ടപ്പം. എന്താണ് സ്ത്രീയെ, നാണില്ലേ? ഞാൻ പച്ചക്ക് ചോദിക്കും, അവൾക്ക് ഒട്ടും നാണില്ലാതായി പോയി. ഭയങ്കര വെറുപ്പ് തോന്നും അവളോട് നല്ല ഒരുപാട് അവൾമാരോട്. കാരണം ഞാൻ ആസ് എ വുമൺ ഞാൻ ഭയങ്കര വെറുക്കാണ് സത്യം. എൻ്റെ ഉള്ളിലൊരു വികാരമുണ്ട്, എന്തെങ്കിലും പറയാൻ അറിയില്ല. ഒരുപാട് ആളുകൾ ലൈഫ് ഇങ്ങനെ സ്പോയിൽ ചെയ്തിട്ട് എന്ത് കിട്ടാനാണ്? അവർ റീച്ച് ആവുന്നു, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ. എന്താണ് അവരുടെ ഉദ്ദേശം? എന്താണ്? ഇപ്പോൾ നമ്മുടെ ഒരുപാട് ആണുങ്ങളുടെ ലൈഫ് സ്പോയിൽ ചെയ്യണത് ഈ സ്ത്രീകളാ. പല ലൈംഗിക ആരോപണങ്ങൾ ചെയ്തിട്ട് എന്ത് ലൈഫാണ് നിങ്ങൾക്കും ഇല്ലടോ ഒരു അച്ഛൻ, വളർത്തി വലുതാക്കിയ ഒരു അച്ഛനില്ലേ, ഹസ്ബൻഡില്ലേ, ആങ്ങളമാരില്ലേ? നാണമുണ്ടോ? ഞാൻ പച്ചക്ക് ചോദിക്കാം, നാണുണ്ടോ? അവനല്ലടി ചെയ്യേണ്ടത് ഇങ്ങനെ. ആരറിയോ? ഞാൻ പറയണില്ല, കാരണം നിന്നെപ്പോലെ ചെറ്റല്ല ബാക്കിയുള്ളവർ കേട്ടോ. ഇവളെന്നല്ല, ഈ സ്ത്രീനല്ല, എനിക്ക് ഞാൻ പറഞ്ഞില്ലേ സ്ത്രീകളോട് പുച്ഛം തോന്നി തുടങ്ങി. കാരണം ഒരുപാട് ആനുകൂല്യങ്ങൾ സ്ത്രീകൾക്ക് കൊടുത്തു. അത് കണ്ട് തുടങ്ങിയപ്പോൾ അവർ ഒരുപാട് അവസരങ്ങൾ മുതലെടുക്കാൻ തുടങ്ങിയല്ലേ. അവർ അവസരങ്ങൾ മുതലെടുക്കാൻ തുടങ്ങി. നാണം വേണം, മാനം വേണം, അതുമില്ല. ഒരു പാവം ദീപക് എന്ന ചേട്ടൻ ഇങ്ങനെ കൊലവിളി ആ വീഡിയോ ചെയ്തിട്ട് ആ ചങ്ങായി ഇപ്പം ചത്തു. അവരുടെ അമ്മയുടെ കണ്ണീരുണ്ടല്ലോ, നാളെ നിൻ്റെ അമ്മക്കും നിൻ്റെ അച്ഛനും വരാതിരിക്കാൻ നീ പ്രാർത്ഥിക്കണം. ഒരു മനുഷ്യനെ ഇങ്ങനെയൊക്കെ എന്താ നീ നീ അവനെ പോയി കൊല്ലണമെന്നില്ലടി അവൻ ചാവാൻ. നീ ചെയ്ത് വെച്ചില്ലേ, അത് മതി അവന് ചാവാൻ അല്ലേ? നീയാണ് ആ മരണത്തിന് ഉത്തരവാദിയെങ്കിൽ എങ്ങനെ മോളെ ജീവിച്ചു പോകും നീ മുന്നോട്ട്? എങ്ങനെ? നീ ഒരു മനുഷ്യനാണെങ്കിൽ സ്മൂത്തായിട്ട് ജീവിച്ചു പോകാൻ പറ്റുമോ? നിൻ്റെ കുറ്റബോധം നീ സമ്മതിക്കും? എനിക്കറിയില്ല. നീ എന്നല്ലടി, ഒരുപാട് സ്ത്രീകളുണ്ട് നിന്നെപ്പോലെ ആണുങ്ങളുടെ ലൈഫ് സ്പോയിൽ ചെയ്യുന്ന നടക്കണവർ. അവർ പൈസ ആഗ്രഹിച്ചിട്ടാണോ, ഫെയിം ആഗ്രഹിച്ചിട്ടാണോ എന്താണെന്നറിയില്ല. ഒന്നാലോചിച്ചാൽ മതി, നിന്നെ പ്രസവിച്ച അതേ വയറുന്നടി അവന്മാരൊക്കെ വരുന്നത്. അത്ര ആലോചിക്കടി. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇത്ര കൂൾ ആൻഡ് കാമായിട്ടുള്ള ഒരു ഓഡിയോ അല്ല ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്. ഒന്നും കൂടി സ്ട്രോങ് ആണ്. കാരണം എനിക്ക് ഭയങ്കര ദേഷ്യം, ഭയങ്കര വിഷമം വന്നൊരു സംഗതിയാണ്. ഏതായാലും ഇനിയെങ്കിലും